ഹലോ കൂട്ടുകാരെ, ഇത് നമുക്ക് വിശാഖപട്ടണത്തുള്ള നേച്ചുറൽ ആർച്ച് കാണാനായിട്ട് പോകാം. മങ്കമാരിപ്പേട്ട ബീച്ച് അധികം അറിയപ്പെടാത്തതും ഒത്തിരി തിരക്കില്ലാത്തതുമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. നേച്ചുറൽ ആർച്ചിൻ്റെ പേരിലാണ് ഈ ഒരു ബീച്ച് പ്രശസ്തമായിട്ടുള്ളത്. എന്നാൽ ഒത്തിരി തിരക്കുകളില്ലാത്ത ഒരു ബീച്ച് കൂടിയാണ് ഇത്. വിശാഖപട്ടണം നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രകൃതിക്ക് നടുവിൽ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് മങ്കമാരിപ്പേട്ട ബീച്ച്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് സൈഡിൽ കാണുന്നതാണ് തോട്ടിലക്കുണ്ട കുന്ന്. ആ കുന്നിൻ്റെ മുകളിലുള്ള ബുദ്ധമത കേന്ദ്രങ്ങൾ പോലെ തന്നെ വളരെ ശാന്തമായ സുന്ദരമാണ് ഈ ഒരു മങ്കമാരിപ്പേട്ട ബീച്ചും. ബീച്ച് റോഡ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഭീമിലിയിലേക്കുള്ള റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നാലുവരിപ്പാത ആയതുകൊണ്ട് തന്നെ വളരെ ശാന്തവും സമാധാനപരവുമായിട്ടുള്ള ഡ്രൈവ് ആയിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെയാണ് ഈ ഒരു പാത വളരെ ശാന്തമായി കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഉതകുന്ന സമയം എന്ന് പറയുന്നത് രാവിലത്തെ നേരമാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഭീമിലിയിലേക്ക് പോകുന്ന 900K ബസ്സിൽ ആളുകൾക്ക് ഇവിടെ എത്താവുന്നതാണ്. സൂര്യൻ കടലിന് മുകളിൽ ഉദിക്കുന്ന ബീച്ച്, അതായത് സൺറൈസ് ബീച്ച് എന്നാണ് ഈ ഒരു ബീച്ചിന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മങ്കമാരിപ്പേട്ട ബീച്ച് നമുക്ക് സന്ദർശിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് അതിരാവിലെ തന്നെയാണ്. ആ ഒരു സമയത്ത് സൂര്യോദയം കാണാനും അത് ആസ്വദിക്കാനും നമുക്ക് അവിടെ ചെന്നാൽ സാധിക്കുന്നതാണ്. അതുപോലെ അവിടെ കാണുന്ന ആ ഒരു നേച്ചുറൽ ആർച്ചിൻ്റെ ഉള്ളിലൂടെയുള്ള സൂര്യോദയം വളരെ ഭംഗിയുള്ളതാണ് കേട്ടോ. ഞങ്ങൾ ഒത്തിരി രാവിലെയല്ല പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യോദയം ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ആ ഒരു ആർച്ച്, നേച്ചുറൽ ആർച്ച് കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു ആർച്ചിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ ചെന്ന സമയത്ത് ഒത്തിരി തിരമാലകളൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട്, ഒത്തിരി ശക്തിയേറിയ തിരമാലകളില്ലാത്തതുകൊണ്ട് ആർച്ചിന് മുകളിലേക്കൊന്നും തിരമാല ആഞ്ഞടിച്ചിരുന്നില്ല. അങ്ങനെ ആഞ്ഞടിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ആർച്ചിന് മുകളിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ആ ഒരു കല്ലിൽ വഴുവഴുപ്പൊക്കെ കൂടുതലായിരിക്കും. ഞങ്ങൾ പോയ സമയത്ത് വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്ന അതുകൊണ്ട് ഞങ്ങൾ അതിന് മുകളിലൊക്കെ കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ഒത്തിരി ആർത്തലച്ച് വരുന്ന തിരമാലകളില്ലെങ്കിലും ആ ചെറിയ ചെറിയ തിരമാലകൾ ആ ഒരു കടലിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ പാറക്കെട്ടുകളിലൊക്കെ തട്ടുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതേപോലെ ഈ ഒരു നേച്ചുറൽ ആർച്ചിൻ്റെ ഉള്ളിലൂടെ തിരമാലകൾ ഉള്ളിലേക്ക് വരുന്നത് കാണാനും വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീച്ചിൽ ഒത്തിരി തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ശാന്തസുന്ദരമാണ് ഈ ഒരു ബീച്ച്. ഈ ഒരു ബീച്ചിൽ കുറേ ഫോട്ടോഗ്രാഫേഴ്സിനെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ഫോട്ടോ ഒക്കെ എടുത്ത് തരുന്നതാണ്. ഞങ്ങൾ 2 ഫോട്ടോ അവരെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി ക്ലാരിറ്റി ഭയങ്കര കൂടുതലെന്നൊന്നും പറയാനില്ല, എങ്കിലും കുഴപ്പമില്ലാതെ നമുക്ക് ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. ഒത്തിരി കുഞ്ഞുതും വലിയതുമായിട്ടുള്ള പാറകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ബീച്ചായതുകൊണ്ട് തന്നെ ആ ഒരു പാറകളുടെ മുകളിലൂടെയുള്ള യാത്ര നടത്തം ഒന്ന് ശ്രദ്ധിച്ച് വേണം കേട്ടോ. കാരണം ചെറിയ ഹോളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ കാലൊക്കെ കുടുങ്ങാനും കാലൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ഒരു ആർച്ചിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ തിരമാല ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി വരുന്നത് കാണാനുള്ള കാഴ്ച വളരെ ഭംഗിയുള്ളതാണ്. ഈ ഒരു പാറകളുടെ മീതെയൊക്കെ കുഞ്ഞു ജീവികളെയൊക്കെ കാണാം കേട്ടോ. നമുക്ക് ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുള്ള ഈ ഒരു കല്ലുമ്മക്കായൊക്കെ പോലുള്ള സംഭവങ്ങളൊക്കെ ഈ പാറകളുടെ മീതെ കാണാവുന്നതാണ്. ഒത്തിരി തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും വിജനമായിട്ട് കിടക്കുന്നത് കൊണ്ടും നമുക്ക് രാവിലത്തെ നേരമാണ് ഇവിടെ സന്ദർശിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായത്. കാരണം ഇരുട്ടാവും തോറും ഇവിടെ ആൾക്കാരുടെ അധികം ഒരു പ്രസൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് റിസ്കി ആയിരിക്കും തോന്നുന്നു. പിന്നെ ഒത്തിരി കടകളും കാര്യങ്ങളൊന്നും ഈ ഒരു ബീച്ചിൻ്റെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ. മറ്റ് ബീച്ചുകളെ പോലെ ഒത്തിരി റെസ്റ്റോറൻറ്റുകളോ കടകളോ ഒന്നും ഇതിന് ചുറ്റുവട്ടത്തൊന്നുമില്ല. ചെറിയ എന്തോ ഇളനീരിൻ്റെ കട, അതുപോലെ ചെറിയ എന്തോ സ്വീറ്റിൻ്റെ കട, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതുപോലെ ഇങ്ങനെ ആകെ ഇങ്ങനെ ഭയങ്കര വിജനമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ അധികം തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു കടൽ തീരമൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഒത്തിരി മാലിന്യങ്ങളൊന്നും ഇല്ലാതെ കടൽ തീരമൊക്കെ നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. കാറ്റും തിരമാല ആഞ്ഞടിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പാറക്കെട്ടിൽ ഒരു ആർച്ച് രൂപപ്പെട്ടിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലവും അതുപോലെ ഒരു നേച്ചുറലായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഒരു നേച്ചുറലായിട്ടുള്ള ഒരു ഫ്രെയിം കൂടിയാണ് ഈ ഒരു ആർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സേവ് ദ ഡേറ്റും അതുപോലെ വെഡ്ഡിങ് ഷൂട്ടുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ഈ ഒരു ആർച്ചും ആ ഒരു ചുറ്റുവട്ടത്തുള്ള കുഞ്ഞു പാറകളൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്.
പ്രകൃതി ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫി സ്പോട്ടുകളിൽ ഒന്നുകൂടിയാണ് ഈ ഒരു മങ്കമാരിപ്പേട്ടയിലെ സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഈ ഒരു നേച്ചർ ലാർച്ച് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചെടുക്കുന്ന ഫോട്ടോകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ വിശാഖപട്ടണത്തേക്ക് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്പോട്ട് കൂടിയാണ് നമ്മുടെ ഈ ഒരു നേച്ചർ ലാർച്ച്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.